ചാലിയാർ തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകളിലെ ഇളമ്പലേരി കുന്നുകളിലാണ് ഈ മഹാനദിയുടെ ഉത്ഭവം. സഹ്യപർവ്വത സാനുക്കളിലെ പാറക്കെട്ടുകളുടെ നിഗൂഢതയും താഴ്വരകളിലെ നിശബ്ദതയും തണുപ്പും ആസ്വദിച്ച് ചെറിയ കല്ലുകളിലും ചരലുകളിലും അവൾ ഒരു പാട്ടും മൂളുന്നുണ്ട്. ചെറിയ കൈവഴികൾ അരുവിയെ തേടിയെത്തുന്നതോടെ അവൾ പുഴയുടെ ബാല്യത്തിലേക്ക് പിച്ചവയ്ക്കുന്നു. തെളിമയാർന്ന വെള്ളത്തിൽ ഉരുളൻ കല്ലുകളും സ്വർണ്ണമണലും വ്യക്തമായി കാണാം. ആദിമ പ്രകൃതിയുടെ വിശുദ്ധിയും സൗന്ദര്യവും അവളുടെ ഒഴുക്കിലുണ്ട്. അവൾ കൗമാരഭംഗി കൈവരിച്ചിരിക്കുന്നു. ശാന്തമായ ഒഴുക്കിനിടയിലും ചിലയിടങ്ങളിൽ വേഗക്കൂടുതൽ യൗവനാരംഭത്തിലേക്കുള്ള അവളുടെ ചാഞ്ചാട്ടങ്ങളായി മാറുന്നു. മീൻ പിടിക്കുന്നവരുടെ മുഖത്ത് വലിയ പ്രതീക്ഷയോ തിടുക്കങ്ങളോ ഇല്ല. പുഴ നൽകുന്ന വശ്യഭാവം തന്നെ അവർക്കൊരു മുതൽക്കൂട്ടാണ്. പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും വലിയ ഉരുളൻ കല്ലുകളും കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടുന്നു. മഞ്ഞിൽ പുതഞ്ഞ പ്രഭാതങ്ങൾ, കാടിന്റെ സ്വകാര്യ നിമിഷങ്ങൾ. മനുഷ്യന്റെ ജീവിതവും പുഴയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നദീതീരങ്ങളിലാണ് സംസ്കാരങ്ങൾ വളർന്നത്. കുടിവെള്ളം, കൃഷി, ഗതാഗതം എല്ലാറ്റിലും പുഴ മനുഷ്യനെ തുണച്ചുകൊണ്ടിരുന്നു. ഇരുവശങ്ങളിലുമായി തെങ്ങിൻ തോപ്പുകൾ. അവ കാറ്റിൽ തലയാട്ടിയും പുഴയിലേക്ക് ചാഞ്ഞും കിന്നാരം പറയുന്നു. ഈ തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ ഉപയോഗം നിലച്ച ചെറുതോണികൾ, തകർന്ന ബോട്ട് ചട്ടി, അങ്ങനെയൊക്കെ കാണാം. പഴയ കാലത്തിന്റെ ശേഷിപ്പുകൾ പോലെ അവയ്ക്കൊക്കെ ഓരോ കഥ പറയാനുണ്ടാകും. കടലിലേക്കുള്ള വഴിദൂരം ഇനി അധികമില്ല. കാമുക സാമീപ്യത്തിനായി കുതിക്കുന്ന പുഴയുടെ ഓളങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ അഴകുണ്ട്. ഇരുകരകളിലുമായി ഇടതിങ്ങി നിൽക്കുന്ന മരങ്ങൾ ആ കാഴ്ചക്കിടയിൽ പൂത്തു നിൽക്കുന്നു. അവയുടെ നിഴൽ തെളിഞ്ഞൊഴുകുന്ന ജലത്തിൽ തീർക്കുന്ന പ്രതിബിംബങ്ങൾ മനോഹരമായ ഒരു ദൃശ്യാനുഭവം തീർക്കുകയാണ്. കടലിനോടടുക്കും തോറും പുഴ കൂടുതൽ വിശാലമാകുന്നു. ഓളങ്ങൾക്ക് കൂടുതൽ ജീവൻ വെച്ചിരിക്കുന്നു. പുഴയിലെ ഓളങ്ങൾ തിരമാലകളുടെ ആശ്ലേഷത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ മധുരവും ഉപ്പും ചേർന്ന്